തൃപ്തിയായില്ല ഇപ്പൊ എല്ലാവർക്കും. ഒരാളെ ഒറ്റപ്പെടുത്തുന്നതിനും കളിയാക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. തക്ക സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാരും മരണത്തിന് ഉത്തരം പറയേണ്ടി വന്നേനെ. മാറിയിരിക്കല ഒരു മാസമായി ബസ്സിന്റെ പൈസ തന്നിട്ട് ഇത് തന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ. സാമ്പത്തിക മാന്ദ്യം കാരണം ദുബായിൽ ജോലി പോയതും പിന്നെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നീ ഇങ്ങോട്ട് തിരിച്ചു വന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്കറിയില്ല എന്ന് സത്യത്തിൽ. ഇതൊന്നുമല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. വരുന്ന 14-ാം തീയതി മോളുടെ ഹാർട്ട് ഓപ്പറേഷനാണ്. 3 ലക്ഷം രൂപ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ മോളുടെ ജീവനെങ്കിലും എനിക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനു ജീവിച്ചിരിക്കണം? എന്തിനാ ചെങ്ങായി നീ വേണ്ടാത്ത പണിക്കുന്നേ? നീ നിന്റെ ഭാര്യയും മോളെയും കുറിച്ച് ഓർത്തോ? മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാന പ്രയാസം. ഹലോ, വലൈക്കും സലാം. പറയേ. അതെ, സന്തോഷടാ, സന്തോഷം. ഓക്കെ, വലൈക്കും സലാം. മൻസൂറെ, നിന്റെ മോളുടെ ചികിത്സയുടെ പൈസ ചാരിറ്റി ഏറ്റെടുത്തു. ഇപ്പൊ നീ മരിച്ചിരുന്നെങ്കിലോ?